+2 ലെവലിൻ്റെ റിസൾട്ടുകളൊക്കെ ഏകദേശം വന്ന കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അപ്പോൾ ഇതുവരെ വന്ന റിസൾട്ടുകളെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് നമ്മുടെ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ഇതിനകത്ത് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും കട്ട് ഓഫിൻ്റെ മാർക്കും കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി ലിസ്റ്റുകൾ എന്തായാലും ഇന്ന് തന്നെ കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വന്ന ലിസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഒരറ്റത്തിൽ നിന്ന് മേലേയും താഴോട്ട് നോക്കി വന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും. അപ്പോൾ വനിതാ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 12,524 പേരാണ്. അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50.97 ആണ്. രണ്ടാമത് വന്നിട്ടുണ്ടായിരുന്നത് സബ് ഇൻസ്പെക്ടർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് STയുടേതാണ്. അതിൻ്റേത് 962 പേര് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. കട്ട് ഓഫ് വന്നിട്ടുള്ളത് 20 ആണ്. കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ലിസ്റ്റിനകത്ത് ഉള്ളത് 391 പേരാണ്. കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 61.88 ആണ്. പിന്നെ വന്നത് ഫയർമാൻ ട്രെയിനി NCAയുടെ നമ്മുടെ NCC എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 50 പേർക്കുള്ള ലിസ്റ്റായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 48.77 ആണ്. അതേപോലെ ആംഡ് പോലീസ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് STയുടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് 124 പേരാണ്. കട്ട് ഓഫ് വന്നിട്ട് 41.49 ആണ്. ടൈപ്പിസ്റ്റ് ക്ലർക്ക് കൊച്ചിൻ ട്രാവൻകൂർ കെമിക്കൽസിൻ്റെ ഓർത്തോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലെ ആൾക്കാർ മാത്രം വരുന്ന ഒരു ലിസ്റ്റാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടത് 49 പേരാണ്. കട്ട് ഓഫ് മാർക്ക് 1 ആണ്. പിന്നെ നമ്മുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് SC/STയുടെ ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. 76 പേരടങ്ങുന്ന ലിസ്റ്റിൽ 40.41 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. വനിതാ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് STയുടെ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. അത് 1672 പേര് അടങ്ങുന്ന ലിസ്റ്റാണ്. കട്ട് ഓഫ് വെറും 4.21 മാർക്ക് മാത്രമാണ്. പിന്നെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് SC/STയുടെ പോലീസ് KAP2ൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. 1373 പേരടങ്ങുന്ന ലിസ്റ്റിൽ 26.2 ആണ് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സിവിൽ പോലീസ് ഓഫീസർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് KAP2 അതിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. 360 പേരടങ്ങുന്ന ലിസ്റ്റിനകത്ത് 3.16 ആണ് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സിവിൽ പോലീസ് ഓഫീസർ തിരുവനന്തപുരം SAPയുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. 9581 ആൾക്കാർ ഉണ്ടായിരുന്ന ഈ ഒരു ലിസ്റ്റിനകത്ത് 30.87 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. പിന്നെ സിവിൽ പോലീസ് ഓഫീസർ പത്തനംതിട്ട KAP3ൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 7682 പേരടങ്ങുന്ന ലിസ്റ്റിൽ 32.98 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. CPO എറണാകുളത്തിൻ്റെ കട്ട് ഓഫ് എറണാകുളത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് 7516 പേരാണ്. കട്ട് ഓഫ് 25.97 ആണ്. പിന്നെ CPO തൃശ്ശൂർ വന്നിട്ടുണ്ടായിരുന്നു. അത് 11,178 പേരുണ്ടായിരുന്നു. കട്ട് ഓഫ് എന്ന് പറയുന്നത് 28.76 ആണ്. പിന്നെ വന്നിട്ടുണ്ടായിരുന്ന സിവിൽ എക്സൈസ് ഓഫീസർ തിരുവനന്തപുരത്തിൻ്റെത് 2245 പേരടങ്ങുന്ന ലിസ്റ്റിൽ 60.42 ആയിരുന്നു കട്ട് ഓഫ്. പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ പത്തനംതിട്ട 1965 പേരടങ്ങുന്ന ലിസ്റ്റിൽ 49.87 ആയിരുന്നു കട്ട് ഓഫ്. പിന്നെ സിവിൽ എക്സൈസ് ഓഫീസർ എറണാകുളത്തിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. 2242 പേരടങ്ങുന്ന ലിസ്റ്റിൽ 50.59 ആയിരുന്നു കട്ട് ഓഫ്. പിന്നെ സിവിൽ എക്സൈസ് ഓഫീസർ തൃശ്ശൂർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2155 പേരടങ്ങുന്ന ലിസ്റ്റിൽ 51.32 ആയിരുന്നു കട്ട് ഓഫ്. സിവിൽ എക്സൈസ് ഓഫീസർ മലപ്പുറത്തിൽ 11,120 പേരുണ്ടാകുന്ന ലിസ്റ്റിൽ 30.53 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് വന്നിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ലിസ്റ്റുകളുടെ ഒരു ഓവറോൾ കണക്കിതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബാക്കി ലിസ്റ്റുകൾ എന്തായാലും ഇന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻസും ക്ലാസ്സുകളും ഒക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ പുതിയൊരു ക്ലാസ്സും നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.